ഹലോ അസ്സലാമു അലൈക്കും. ഇതാണ് എല്ലാവരും വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ 5 തേങ്ങ എടുത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ തേങ്ങ ഞാൻ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേപോലെ ആയിട്ടുള്ള തരികളായിട്ട് ചിരകിയെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ വ്യത്യസ്ത അളവിലാവും ഇത് വെന്ത് വരിക. കുറച്ച് വേഗം അടി കരിയും അങ്ങനെയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാനിത് മെഷീനിലാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേപോലത്തെ രീതിയിലാണിത് ചിരകി വരിക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 20 ഉണക്കമുളകാണ് ഞാൻ 5 തേങ്ങയ്ക്ക് എടുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ എരിവ് ബാലൻസായി കിട്ടും. നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വേപ്പില ഇടണം കേട്ടോ. ഞാനൊരു 10-20 അല്ലിയല്ല മറ്റേ എന്താ പറയുക തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വേപ്പില ഇടുന്നത് കൊണ്ടാണ് ഇതിനെ വേപ്പില കട്ടിയെന്നും പറയട്ടെ ഈ ചമ്മന്തിക്ക്. പിന്നെ അതേപോലെ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്കൊരു ഒരു ടീസ്പൂണോളം മുഴുവൻ കുരുമുളകില്ല അത് ഇട്ട് കൊടുക്കാം. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിട്ട് കൊടുക്കലുണ്ട്. എന്നിട്ട് നന്നായി കൈ വെക്കാതെ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാൻ ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വറുത്ത് വരണം കേട്ടോ. ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പുളി ഇട്ട് കൊടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിലർ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് ഉപ്പും പുളിയും കൂടി ഇട്ട് കൊടുക്കും. ഞാനിങ്ങനെയൊന്നും ഇടാറിട്ടാ. നമുക്ക് അങ്ങനെ സൂക്ഷിച്ചാൽ കുറേ കാലം ഇതിരിക്കും കേട്ടോ. ഒരു 4-5 മാസം എന്തായാലും കേടുകൂടാതെ പുറത്ത് ഇരിക്കും. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊന്നും മിക്സിയിലോ അല്ലെങ്കിൽ നമ്മളെ പുളിയുടെ ഇതോ ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഈ ടൈമിലൊക്കെ ഞാൻ ചെറിയ തീയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നല്ല സ്റ്റോവിലാണ് തീ വെച്ചിട്ടുള്ളൂ. അങ്ങനെ കിടന്നിട്ട് വേണം വേവാൻ കേട്ടോ. നല്ല കൂടുതൽ തീ കത്തിച്ചാൽ അടിഭാഗമൊക്കെ വേഗം മുരിഞ്ഞു വരും. അപ്പോൾ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റാണ് വരിക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് പതുക്കെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങ നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ചൂടുകൊണ്ട് ഇതിൻ്റെ വേവിൻ്റെ ഇത് കറക്റ്റായി വരും കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി കറക്കിയെടുക്കരുത് കേട്ടോ. ഫസ്റ്റ് ഒരു പ്രാവശ്യം കറക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.